ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദയവായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവൻ ഹല്ലേലൂയ സ്തോത്രം. അവൻ 1-2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ കർത്താവിന്റെ ദാസൻ ജോബൈ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്രയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് കുഞ്ഞുങ്ങളെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത്. അവൻ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു എന്നാണ് നാം ഇവിടെ കാണുന്നത്. ശിശുപ്രതിഷ്ഠാ ശുശ്രൂഷകളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സമുദായ സഭകളിൽ മാമോദിസ എന്ന പേരിൽ ചൈൽഡ് ബാപ്റ്റിസം നടത്താറുണ്ട്. അങ്ങനെ നടത്തി അവൻ അവരുടെ സഭയുടെ ഭാഗമായി രജിസ്റ്ററിൽ പേര് ചേർക്കുമ്പോൾ നമുക്കിവിടെ എഴുതപ്പെട്ട ഒരു രജിസ്റ്റർ ഇല്ല. അവൻ ഹല്ലേലൂയ സ്തോത്രം തിരുവചനം അനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായതുകൊണ്ട് നമുക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടത്തുവാൻ ഇടയായിത്തീരട്ടെ. ദൈവം നമുക്ക് തരുന്ന സകല ദാനങ്ങൾക്കുമായി നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാറ്റിനും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഭവനം ലഭിച്ചാലത്, വാഹനം ലഭിച്ചാലത്, ജോലി ലഭിച്ചാലത് ഒക്കെ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അത്തരത്തിൽ ദൈവം ഈ കുടുംബത്തിന് കൊടുത്ത ഈ കുഞ്ഞ് അവൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നൊരു ശുശ്രൂഷയാണ് ആമേൻ സ്തോത്രം ഇന്ന് നടക്കാൻ പോകുന്നത്. ശിശുപ്രതിഷ്ഠ ശുശ്രൂഷ അവൻ ഹല്ലേലൂയ പാരമ്പര്യ സഭകളിൽ നടക്കുന്ന അവൻ മാമോദിസയ്ക്ക് തുല്യമല്ല. ശിശുപ്രതിഷ്ഠ ശുശ്രൂഷ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇത് മാമോദിസ അല്ല, ചൈൽഡ് ബാപ്റ്റിസം അല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ദൈവം കൊടുക്കുന്ന ആമേൻ സ്തോത്രം ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ സന്നിധി പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചേരുന്നത് സഭയോടല്ല ചേരുന്നത്, മനസ്സിലാക്കണം. ഏതെങ്കിലും കാണപ്പെടുന്ന ഒരു ലോക്കൽ സഭയോടല്ല നമ്മൾ ചേരുന്നത്, കർത്താവിനോട് ചേരുകയാണ് വേണ്ടത്. അത് ഇപ്പോൾ നടക്കുന്ന ശുശ്രൂഷയോടെ അല്ല സംഭവിക്കുന്നത്. അത് വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു ഏകരക്ഷിതാവെന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തെ അവൻ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ആമേൻ സ്തോത്രം ആ രക്ഷയെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേരുന്നത്. അവൻ ആ കുഞ്ഞ് തിരിച്ചറിവ് ബോധമാകുമ്പോൾ കുഞ്ഞ് കർത്താവിനോട് ചേരുവാൻ, യേശു കർത്താവിനെ സ്വീകരിപ്പാൻ ഇടയായിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ 127-ാം സങ്കീർത്തനത്തിൽ വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവത്തിൻ്റെ ദാനമാണ്. അവൻ കുഞ്ഞിനെ പത്യോപദേശത്തിൽ വളർത്തുവാൻ ഇടയായിത്തീരണം. മാതാപിതാക്കന്മാർ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ അവൻ ഹല്ലേലൂയ തികഞ്ഞും അവൻ ആ നിലയിൽ ജീവിക്കുവാനും ഇടയായിത്തീരണം. ഇവിടെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 6-ാം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്, നാം കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്തണം എന്ന ഒരു ഭാഗം അവിടെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പത്യോപദേശത്തിൽ വളർത്തുവാൻ ഇടയായിത്തീരണം. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ നിൽക്കുന്ന മാതാപിതാക്കന്മാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരും അവൻ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവരും ദയവായി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നല്ല ശീലങ്ങൾ അഭ്യസിക്കേണ്ടത് നമ്മുടെ ഭവനത്തിൽ നിന്നായിരിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും. ഈ അഭ്യസിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരാണ് ഇത് ശീലിപ്പിക്കേണ്ടത്. മാതാപിതാക്കന്മാർ ആമേൻ സ്തോത്രം അത് ശീലിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കന്മാർക്ക് ആദ്യം മാതൃകാ ജീവിതം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന, വചനത്തിന് മുൻപാകെ ഇരിക്കുന്ന, ദൈവ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരായ ഞാനും നിങ്ങളും ദൈവ വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ഞാൻ ലോകത്തെ സ്നേഹിച്ചു പോയാൽ എൻ്റെ മക്കളും ലോകത്തെ സ്നേഹിച്ചു പോകും. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് തുല്യ പങ്കാളി ഈ ശുശ്രൂഷയിൽ നോക്കണം.
അവൻ ഹല്ലേലൂയ, ഞാൻ സഹോദരിയുടെ കരത്തിൽ നിന്നാണ് കുഞ്ഞിനെ വാങ്ങിക്കാൻ പോകുന്നത്. സഹോദരൻ്റെ കരത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നെങ്കിലും അതിൻ്റെ കരുതലിൻ്റെ ഭാഗമായിട്ട് സഹോദരൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ നല്ല കരുതലുള്ളവരാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരിയുടെ കരത്തിൽ നിന്ന് കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങും. പ്രാർത്ഥിച്ച് കുഞ്ഞിനെ പിതാവിൻ്റെ കരത്തിലേക്ക് കൊടുക്കും. അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ മാതാപിതാക്കന്മാർക്ക് തുല്യ പങ്കാളിത്തം ഉണ്ട് എന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഇത് മാതാപിതാക്കന്മാർ ചെയ്യേണ്ട കാര്യമാണ്. മനോഹയ്ക്കും അവൻ്റെ ഭാര്യയ്ക്കും ഹല്ലേലൂയ കുഞ്ഞുങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവദൂതൻ അവരെ സന്ദർശിച്ച് അവർക്ക് തലമുറയെ കൊടുക്കുന്ന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവദൂതൻ അവരെ സന്ദർശിച്ചപ്പോൾ ദൈവദൂതനോട് അവർ മനോഹ ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞിനെ ഞങ്ങൾ എങ്ങനെ വളർത്തണം? കുഞ്ഞിനെ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തോട് ഉദരഫലത്തെ വഹിക്കുന്നവർ, ഉദരഫലത്തെ വഹിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നവർ, കുഞ്ഞുങ്ങളുള്ളവർ ദൈവത്തോട് നിരന്തരം ചോദിക്കണം. നമ്മുടെ ബുദ്ധിയിലൂടെ, നമ്മുടെ ജ്ഞാനത്തിലൂടെ അല്ല, മറിച്ച് അതിനപ്പുറമായി, ദൈവമേ, ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വളർത്തുവാൻ തക്കവണ്ണം മനോഹ ദൈവത്തോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവന് ദൈവം കൊടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ കൃപയോടുകൂടി ജീവിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയ്ക്കകത്ത് വളർത്തുകയും ചെയ്യാൻ ഇടയാകുന്നു എങ്കിൽ, അത്തരത്തിൽ നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് ശീലമുണ്ടാകുന്നെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട പ്രസിദ്ധരായ ഹല്ലേലൂയ മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ ഇടയായിത്തീരും. ഈ കാര്യങ്ങൾ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളല്ല മാതാപിതാക്കൾ, നമ്മുടെ മക്കളുടെ ഉടമസ്ഥർ നമ്മളല്ല. മക്കളുടെ ദാനമെന്ന വചനം പറയും. 122 സംഘത്തിൽ മക്കൾ ദൈവത്തിൻ്റെ അവകാശം, ഉദരഫലം ഇവിടുത്തെ ദാനമാണ്, ദാനം മാത്രമാണ്. അതുകൊണ്ട് ദാനം നൽകുന്ന ദാതാവാണ് ഏറ്റവും വലുതെന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദാനമല്ല വലുത്. എന്നാൽ പല മാതാപിതാക്കന്മാരും ചിന്തിക്കുന്ന ദാനമാണ് വലുത്. മക്കളെയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായി കാണുന്നത്. മക്കൾക്ക് വേണ്ടി പലപ്പോഴും ജീവിതം മാറ്റിവെച്ച്, മക്കൾക്ക് വേണ്ടി ജീവിച്ച്, മക്കളുടെ ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ആരാധന മുടക്കി, മക്കൾക്ക് വേണ്ടി ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മക്കളല്ല ഏറ്റവും വലുത്, ദാനമല്ല വലുത്, ദാതാവാണ് വലുത് എന്ന ബോധ്യത്തിൽ ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വരാൻ തുടങ്ങുമ്പോൾ സകലത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇടയായിത്തീരും. ഈ വാത്സല്യ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മളൊരുമിച്ച് ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഹോദരിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സുഖകരമായി വിടുതൽ ഈ സ്തോത്രം. നമ്മുടെ സഭയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമ്പോൾ ഒരു വ്യക്തി ഹല്ലേലൂയ പ്രഗ്നൻ്റായി എന്ന് കേൾക്കുമ്പോൾ മുതൽ, സഭയെ അറിയിക്കുമ്പോൾ മുതൽ നമ്മൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത്തരത്തിൽ സ്തോത്രം, ഈ പ്രിയ സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായി തീർന്നു. സഹോദരൻ്റെ വിടുതലുള്ള ബന്ധത്തിൽ നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സ്തോത്രം പറയുകയാണ്. ഒത്തിരി ആളുകൾ പ്രസവത്തോടെ ബന്ധത്തിൽ പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ കർത്താവ് പ്രിയ സഹോദരിക്ക് ആയുസ് കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ദൈവകൃപയ്ക്ക് നിർത്തുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. എല്ലാറ്റിനുമായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സഭ ഒരുമിച്ച് ആരോഗ്യം കൊടുത്ത സഹോദരിയെയും ഹല്ലേലൂയ ഈ പിതാവിനെയും ദൈവർക്ക് ദാനമായി കൊടുത്ത ഈ ഇളയ തലമുറയും മുമ്പിൽ നിൽക്കുന്ന മൂത്ത കുഞ്ഞിനെയും നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എല്ലാവരും ഈ കുടുംബത്തെ ഓർത്ത് ദയവായി ഒന്ന് പ്രാർത്ഥിച്ചാട്ട് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമായി തീരട്ടെ. ദൈവകൃപയ്ക്കകത്ത് ദൈവം ഈ കുടുംബത്തെ മറയ്ക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പേര് കർത്താവ് ഈ വാത്സല്യ ദമ്പതിമാർക്ക് ദാനമായി കൊടുത്ത ഇളയ തലമുറയെ ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവന്ന് നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് കർത്താവ് യേശു ക്രിസ്തു 8-ാം നാളിൽ യേശു കർത്താവിനെ ആലയത്തിൽ കൊണ്ടുവന്ന് ആ മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, പൈതൽ വളർന്നു ജ്ഞാനത്തിലും കൃപയിലും മുതിർന്നു വന്നു. യഹോവയ്ക്കും മനുഷ്യർക്കും ഒരുപോലെ പ്രീതികരമായ നിലയിൽ വളരുവാൻ കുഞ്ഞിനെ ദൈവം സഹായിച്ചു.
അവൻ ദൈവസന്നിധി സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കർത്താവ് അവൻ ഈ കുഞ്ഞിനെ വഹിക്കുന്ന സമയം മുതൽ ഈ വാത്സല്യ സഹോദരിക്ക് ആയുസ് കൊടുത്തതിന്, ആരോഗ്യം കൊടുത്തതിന്, ബലം കൊടുത്തതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവ് കൊടുത്ത ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം. കർത്താവ് പ്രസവ സമയത്ത് കൂടെ ഇരുന്ന് കരുതിയതിനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കൃപയ്ക്കകത്ത് ദൈവം ഈ വാത്സല്യ സഹോദരിയെ വഹിക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പിതാവായി പന്തക്കപ്പെട്ടം വാത്സല്യ സഹോദരി എബിനെ ദൈവം സഹായിക്കുന്ന നമ്മൾ സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം. ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക ഭദ്രതകൾ ഈ കുടുംബത്തിലേക്കും പ്രദാനം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, സ്തോത്രം. ഈ വാത്സല്യ കുഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മൂത്ത തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്ന നമ്മൾ സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, സ്തോത്രം. ഇളയ കുഞ്ഞ്, എന്റെ കരത്തിലിരിക്കുന്ന ഇളയ കുഞ്ഞിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവകൃപയിലും സൗന്ദര്യത്തിലും സൽസ്വഭാവത്തിലും ഈ കുഞ്ഞൊരു അനുഗ്രഹ വിഷയമായി വളർന്നു വരുവാൻ, അവളുടെ മാതാപിതാക്കന്മാർക്ക് അവൾ സന്തോഷമായി തീരുവാൻ, ദൈവസഭയ്ക്ക് ഇവളൊരു അനുഗ്രഹ വിഷയമായി തീരുവാൻ കർത്താവ് സഹായിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞാടിന്റെ രക്തത്താൽ ഇവിടെ മുദ്രവെക്കേണ്ടതിനായി ദൈവസ്ഥാനിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. റവന വൈഡര ശംധരജഗതം അതുരം പാരം ജീവന ഭവിടവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അൽമാവി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ ദിവസം ഈ വിശുദ്ധ സഭായോഗത്തിന്റെ മധ്യത്തിൽ വെച്ച് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവേ, അവൻ ഈ കുടുംബത്തിന് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന ഈ വാത്സല്യ കുഞ്ഞിനെ ഞാൻ കരത്തിലെടുത്ത് ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്ന കർത്താവേ, അവൻ ഹല്ലേലൂയ. ദൈവം ഈ തലമുറകൾക്ക് വാത്സല്യ സഹോദരി എബിനും സഹോദരി ബ്ലസ്സിക്കും ദാനമായി കൊടുത്ത ഇളയ തലമുറയെ കർത്താവേ ദൈവസന്നിധി സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. എന്ന പേരിൽ ഈ കുഞ്ഞ് അറിയപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു ശത്രു ഇവിടെ മേൽവയ്ക്കാൻ സമ്മതിക്കാതെ വണ്ണം ദൈവകൃപയ്ക്കുള്ളിൽ കുഞ്ഞിനെ മറയ്ക്കുമാറാകണമേ. ഇവിടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിൽ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. അനർത്ഥങ്ങളിലും അപകടങ്ങളിലും ദൈവങ്ങളെ വിടുവിക്കുമാറാകണമേ. ഇവളൊരു അനുഗ്രഹ വിഷയമായി വളരുവാൻ, ദൈവസഭയ്ക്ക് ദേവസ്വത്തിന്റെ അനുഗ്രഹ വിഷയമായി വളരുവാൻ ഈ കുഞ്ഞിനെ സഹായിക്കുമാറാകണമേ. ആമേൻ. കർത്താവേ, ആയുസ്സോട് ആരോഗ്യത്തോട് ബലത്തോട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവളായി ജീവിപ്പാൻ ഈ കുഞ്ഞിനെ ദൈവം സഹായിക്കുമാറാകണമേ. വത്സലി ആത്മോളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ സഭയായി ഈ പ്രിയ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തം വിശ്വാസത്താൽ ഈ കുഞ്ഞിന് മേൽ തളിച്ച് ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണാതെ വണ്ണം, ദുഷ്ടൻ തൊടാതെ വണ്ണം ദൈവകൃപയ്ക്കുള്ളിൽ കുഞ്ഞിനെ മറയ്ക്കുമാറാകണമേ. രക്തവളപ്പിലൂടെ മുദ്രവിക്കുമാറാകണമേ. വത്സല്യ സഹോദരി എബിനായി സ്തോത്രം. എബിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. തമ്പുരാന്റെ വലിയ കൃപയ്ക്കുള്ളിൽ കുഞ്ഞിനെ മറയ്ക്കുമാറാകണമേ. ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ സാധ്യമാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ സഹോദരി ബ്ലസ്സിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. സഹോദരി ബ്ലസ്സിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പിതാവേ, ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച സമയം മുതൽ ഇന്നയോളം ദൈവം കരുതിയതിന് പരിപാലിച്ചതിനുമായി സ്തോത്രം. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. സഹോദരിയെ ദൈവം ബലപ്പെടുത്തുമാണ്. ഹൃദയത്തിൽ തന്നെ അങ്ങനെ സാധ്യമാക്കുന്നു. ഒരു നല്ല മാതാവായി ഇരിക്കുക ദൈവം സഹായിക്കുമാറാകണമേ. മൂത്ത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൈതൽ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ ഇവരും ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. അടിയുടെ കരുത്തിരിക്കുന്ന കുഞ്ഞിനെ സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വാത്സല്യ ആൻമോൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ ജോബോയ് സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കും. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. യഹോവ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അവൻ ഹല്ലേലൂയ ഈ കുടുംബത്തോട് കൃപ കാണിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യങ്ങൾ ഓരോരോ വാക്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം.
ഒന്നുകൂടെ വായിച്ചു. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ കുടുംബത്തെ അനുഗ്രഹിച്ച് കാക്കുന്നതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപ കാണിക്കുമാറാകട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞ ദൈവത്തിന് എന്നവില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിലും എന്നവില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്നെ ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷ ഇതുവരെയും വ്യാപരിച്ച് ഇതുവരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് അവൻ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് രാമദാസൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വാത്സല്യ കുടുംബത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രസിദ്ധ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ അവകാശം പ്രതിഫലമാകിയ കർത്താവേ, ദൈവം നൽകിയ അവകാശത്തെ ഞങ്ങൾ സഹോദര കുടുംബത്തിന്, ദൈവം നൽകിയ സഹോദര കുടുംബത്തിന് നൽകിയ ദൈവമേ ഹല്ലേലൂയ നല്ല ഭാരത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ വാത്സല്യ കുടുംബത്തെ അപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവമേ അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങളെ കർത്താവ് പോറ്റി വളർത്തുവാനുള്ള കൃപ ഈ വാത്സല്യ കുടുംബത്തിന് അപ്പോൾ അവിടുന്ന് നൽകണമേ കർത്താവേ. ഞങ്ങളുടെ കർത്താവെ ജോലി കാര്യങ്ങളൊക്കെ നീ ഉപകരിക്കണം. സഹോദരി ജോലി നീ കർത്താവെ വാത്സല്യ കുടുംബത്തെ അപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവേ. കർത്താവെ ശുശ്രൂഷിപ്പാർത്തേക്കൂടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയ വൻ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ.
ഈ വാത്സല്യ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങളുടെ സഹോദരനെയും സഹോദരിയെയും കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുമിച്ച്, പ്രത്യേകാലികളെ കുഞ്ഞിനെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ. കർത്താവിന്റെ കരുതലിന്റെ കരം കൂടെ ഇരുന്നാട്ടെ. കർത്താവെ ഓരോ വളർച്ചയിലും ദൈവസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ. പ്രാർത്ഥന യാത്ര കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നമുക്ക് സ്തോത്രം ചെയ്യാം.